ഇന്നത്തെ വർക്ക് എനിക്ക് പേഴ്സണലി ഒരു ഫേവറേറ്റ് വർക്കാണ്. ഞങ്ങളപ്പോൾ 4:30 ആയപ്പോൾ തന്നെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ബ്രൈഡിന്റെ വീട് വന്നിട്ട് പുതുവൈപ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് വർക്കാണെന്ന് പറയാൻ കാരണം ഇത് ബ്രൈഡ് അലീനയും ഞാനും +1 +2 ഒരുമിച്ചായിരുന്നു കേട്ടോ പഠിച്ചിരുന്നത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പഠിക്കുന്ന ആ ടൈമിൽ ഒട്ടും വിചാരിച്ചിട്ടില്ല അലീനയുടെ ഈ ബിഗ് ഡേ ഞാനായിരിക്കും മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് അലീനയുടെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഐ മേക്കപ്പിലേക്ക് കടക്കുന്നത്. പലരും പല രീതിക്കാണ് കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറ്. അലീന ഓൾറെഡി നന്നായിട്ടായിരുന്നു ഐബ്രോസ് ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമായിരുന്നു. ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ അധികം സ്മോക്കി എഫക്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ കുറച്ച് ഗ്ലിറ്ററി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഡ്രസ്സിന് മാച്ചായിട്ട്. പിന്നെ അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നത് സ്കിൻ ടോൺ മാറണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അലീനയുടെ സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അലീനയുടെ ഫേസിൽ അധികം ഡാർക്ക് സ്പോട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് കളർ കറക്റ്റർ അധികം യൂസ് ചെയ്യേണ്ടി വന്നില്ല. അലീന മുമ്പേ തന്നെ നന്നായിട്ട് സ്കിന്നൊക്കെ നോക്കൂ കേട്ടോ. അവള് എല്ലാം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ബുക്ക് ചെയ്ത ടൈമിൽ തന്നെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. പിന്നെ അല്ലാതെ തന്നെ അവൾ സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണ ആളാണ്. അതുപോലെ തന്നെ ഡ്രസ്സിന് മാച്ച് ആയിട്ടാണ് നമ്മൾ ലിപ് ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൾക്കും അത് ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ബാക്കി ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ലാസ്റ്റാണ് ഞാൻ ചെയ്യാറ്. അലീനൊക്കെ എൻഗേജ്മെന്റ് ലുക്ക് എങ്ങനെയായിരിക്കണം എന്ന് അവൾക്കുള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഒരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാം എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട സെയിം ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മേക്കപ്പ് തീർന്ന ടൈമിൽ ആൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകും ലാസ്റ്റ് ലുക്ക് എന്നൊക്കെ ഓർത്തിട്ട്. ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങിയ ടൈമിൽ ആള് ഓക്കെ ആയി. പിന്നെ ആള് ഫുള്ള് കണ്ണാടി തന്നെ നോക്കിയിരുന്നിട്ട് കൊള്ളാമുള്ള അടിപൊളിയാണ്, ഞാൻ പ്രതീക്ഷിച്ചതിനേലും ഞാൻ വീഡിയോ അയച്ചു തന്നതിനേലും ഒക്കെ സൂപ്പറാണ് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ചെയ്ത വർക്ക് അടിപൊളിയാണ്, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവരുടെ ആ ഫേസ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാകില്ലേ. എനിക്കും ആ ഒരു ടൈമിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജിപ്സം ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് കാണുന്ന രീതിയിൽ വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ എൻ്റെ എല്ലാ ബ്രൈഡ്സിനും കറക്റ്റായിട്ട് ഫേസിൽ ഒരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും അതൊന്ന് എടുത്ത് കാണണം എന്നുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അലീനക്ക് അതൊരു നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് അവൾ ഒരു മോഡൽ കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ട്രയൽ ചെയ്തപ്പോഴും അതിന് മുമ്പേ തന്നെ ബുക്ക് ചെയ്തപ്പോഴും ഇവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരിക്കും ഡ്രസ്സ്, ഇതായിരിക്കും കളർ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവളുടെ ഈ ലുക്ക്. അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ കുറേ പ്രാവശ്യം പറഞ്ഞു വിചാരിച്ചതിനേലും സൂപ്പറായെന്ന്. നമ്മൾ ചെയ്ത വർക്ക് അവരിങ്ങനെ പറയണ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തത് അലീനയുടെ വീട്ടിൽ വെച്ചായിരുന്നില്ല, അവിടെ നിന്ന് കുറച്ച് മാറി വേറൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കസിൻസിൻ്റെയും എല്ലാവരുടെയും റിയാക്ഷൻ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഫംഗ്ഷനും കൂടാൻ പറ്റിയില്ല. അപ്പോൾ അലീനേനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി കണ്ട പാടെ തന്നെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ റെഡിയാക്കി അലീനേനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. എങ്ങനെ താങ്ക്സ് പറയാമെന്ന് എനിക്കറിയില്ല. കസിൻസ്, ഫ്രണ്ട്സ്, എല്ലാവർക്കും, റിലേറ്റീവ്സിന് എല്ലാവർക്കും മേക്കപ്പ് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ അവർക്ക് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്നു. മീൻസ് ആന്റിമാരുടെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ വീട്ടിൽ വന്ന പഞ്ഞത്തിമാരായാലും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിന്നോട് അനിയത്തിനോട് എങ്ങനെ താങ്ക്സ് പറയാമെന്ന് എനിക്ക് അറിയില്ല. താങ്ക് യു സോ മച്ച്.